ഈ നമ്മളിപ്പോൾ ആനയുടെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാഴത്തോട്ടത്തിലൂടെ കൂടി ആന നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം അരുൺ, ആനയുടെ ദിശ എങ്ങോട്ടേക്കാണ്, എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അവർ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒരു തന്ത്രം എങ്ങനെയാണ്? അക്ഷയ, ഇത് ആന നടന്നു നീങ്ങുന്നു. ആന നടന്നു നീങ്ങി കുറച്ചുകൂടി അടുത്തേക്ക് ഈ RRT സംഘത്തിന് അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ആനയെ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ആന കാണാമറയത്തായിരുന്നു, ഇപ്പോൾ ആനയെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വനം വകുപ്പ് സംഘം, RRT സംഘം, മയക്കുവെടി വെക്കുന്ന സംഘം ഉൾപ്പെടെ ഇവിടെ നിന്ന് കുറച്ച് ദിശ മാറിയിരിക്കുന്നു. അവർ അവരുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്നൊരു സൂചന നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന തരത്തിൽ അവരൊരു മാറ്റം വരുത്തിയിരിക്കുന്നു. അവരുടെ പൊസിഷനിൽ ഉൾപ്പെടെ ആനയും നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആന കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് വിസിബിൾ ആയിട്ടുള്ള വാഴത്തോപ്പിൽ നിന്ന് കുറച്ചുകൂടി തെളിച്ചമുള്ള പ്രദേശത്തേക്ക് ആന എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ വാഴത്തോപ്പിൽ നിന്ന് ഒരു ആന പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ വാഴകൾ ഈ ഇളകിക്കൊണ്ടിരിക്കുന്ന ഭാഗം, വാഴക്കൈകൾ ഇളകിക്കൊണ്ടിരിക്കുന്ന ഭാഗത്താണ് ആനയുള്ളത്. നേരത്തെ പൂർണ്ണമായും വ്യക്തമായ ഒരു ചിത്രമായിരുന്നു ആനയുടെ നമുക്ക് ലഭ്യമായത്. എന്തായാലും ഈ വാഴത്തോപ്പിൽ നിന്ന് ആന പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ഒരുപക്ഷെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ആ ദിശയിലാണ് നിലവിൽ ആനയുടെ സഞ്ചാരം. ഇതാ ഉദ്യോഗസ്ഥരാകെ തന്നെയും അവരുടെ ചലനമൊക്കെ മാറി. അവർ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ മയക്കുവെടി വയ്ക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നു. അതിനുള്ള ഒരു സാഹചര്യം, അത് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഇപ്പോൾ പക്ഷേ തിരികെ മടങ്ങുന്നുണ്ട് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്ത് നിന്നും. അരുൺ, അതെന്തുകൊണ്ടാണ് അവർ തിരികെ കുറച്ച് പുറകോട്ടേക്ക് വരുന്നു? അത് ആന അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ടാണ്? എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ആന ഉള്ളിലോട്ട് പോയി. കാണാമറയത്ത് നിന്ന് ആന വീണ്ടും മറിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അക്ഷയ, നേരത്തെ ഒക്കെ ആന ഒരു മണിക്കൂറുകളോളം ഒരേ പൊസിഷനിൽ നിൽക്കുന്ന സാഹചര്യമായിരുന്നു. കുറച്ചു നേരം ആന നിൽക്കുന്നു, പിന്നീട് അവിടെ തന്നെ ആ പ്രദേശത്ത് തന്നെയാണ് ആന നിലകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ആളുകളെ കണ്ടത്, ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണോ എന്ന് അറിയില്ല, ആന ഇപ്പോൾ വലിയ രീതിയിൽ ഒരു സ്ഥലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, നടന്നു നീങ്ങുന്നുണ്ട്. അപ്പോൾ അക്ഷയ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഈ വാഴത്തോപ്പിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കാണുമ്പോൾ വരണ്ടു ഓടാനുള്ള സാധ്യത, അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വിന്യാസം തന്നെയാണ് എന്തായാലും RRT സംഘം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ, വാഴത്തോപ്പിൽ വെച്ച് തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് എന്തായാലും ഈ RRT സംഘത്തിനുള്ളത്. പക്ഷേ ഏറ്റവും പ്രയാസകരമാവുന്നത്, ദുഷ്കരമാകുന്നത്, ആന ഇങ്ങനെ നടന്നു നീങ്ങുന്നു, ഇടയ്ക്ക വാഴത്തോട്ടത്തിന് പുറത്തേക്ക് വരുന്നു, ഇടയ്ക്ക ഇവർക്ക് ഈ ലക്ഷ്യം ഉന്നം വെച്ച് വരുമ്പോഴേക്കും ആന ദിശ മാറുന്ന ഒരു സാഹചര്യം, അതാണ് ഇപ്പോൾ ഏറ്റവും പ്രയാസകരമായിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും RRT സംഘം അതിനനുസരിച്ച് ആനയെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ഒരു വാഴത്തോപ്പിനുള്ളിലായി തന്നെ ആനയുണ്ട്. പക്ഷേ ഇപ്പോൾ മയക്കുവെടി വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് കരുതുന്നത്. കുറച്ചുകൂടി മാറിയാൽ മാത്രമേ, ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് നിന്ന് മാത്രമേ, ഈ ഭൂപ്രകൃതി എല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഒരു മയക്കുവെടിക്ക് മുതിരുകയുള്ളൂ. അപ്പോൾ അതിനൊത്ത സ്ഥലത്ത് ആന എത്താത്തതാണ് നിലവിലെ പ്രശ്നം. ആന നേരത്തെ പോലെ നിശ്ചലമായി ഒരു പ്രദേശത്ത് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ മയക്കുവെടി വെക്കാൻ അനുയോജ്യമായിരുന്നു എന്നായിരുന്നു RRT സംഘം ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകർ കണ്ടതാണ്. ആന ഈ ദിശ മാറുന്നുണ്ട്, വാഴത്തോപ്പിൽ നിന്ന് നടന്നു നീങ്ങുന്നുണ്ട്. മണിക്കൂറുകളോളം നിശ്ചലനായി നിന്ന് ആനയാണ് ഇപ്പോൾ ദിശ മാറുന്നത്. അതാണ് ഏറ്റവും ശ്രമകരമാവുന്നത്. ഇപ്പോൾ ഈ RRT സംഘം ഇവിടെ നിന്ന് നടന്നു നീങ്ങുന്നുണ്ട്. മറ്റൊരു വീട് ഉൾപ്പെടെയുള്ള ആ ഒരു പ്രദേശത്തേക്ക് ഒരു വിഭാഗം മയക്കുവെടി വെക്കാൻ ഉള്ള ഒരു വിഭാഗം തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് നടന്നു നീങ്ങുന്നതായാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന് അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്കാണോ അവർ പോകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു എതിർഭാഗത്ത്, ഈ ഒരു ഭാഗത്ത് മാത്രമേ നിലകൊള്ളാൻ സാധിക്കുള്ളൂ. മറ്റേത് പൂർണ്ണമായും വാഴത്തോപ്പാണ്. പിന്നീടുള്ളത് ഒരു വനമേഖലയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെയുള്ളൂ. രണ്ട് ഭാഗത്തായി നിലകൊള്ളാനുള്ള ഒരു സാഹചര്യമല്ല, അങ്ങനെ ഒരു ഭൂപ്രകൃതിയല്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് എന്തായാലും ഒരു വശത്ത് മാത്രമേ നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ നാം ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ആന കുറച്ചുകൂടി ഒരു 100 മീറ്ററോ 50 മീറ്ററോളം ആന കുറച്ചുകൂടി നടന്ന് നീങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്ഷയ, എന്തായാലും RRT സംഘം ഇവിടെ നിരീക്ഷിക്കുകയാണ്, ചുറ്റും നിരീക്ഷിക്കുകയാണ്. എന്തായാലും ആന വിരണ്ടുകൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എന്തായാലും വിജനമാണ്. ആളുകളെല്ലാം കുന്നിൻ മുകളിലേക്കോ വീടിനുകളുടെ ഉള്ളിലേക്കോ ഉയർന്ന പ്രദേശങ്ങളിൽ തന്നെയാണുള്ളത്. ആ രീതിയിൽ സേഫാണ്. ഇപ്പോൾ ഒരു വാഹനത്തിൽ കയറി RRT സംഘം നീങ്ങുന്നു. വനംവകുപ്പിന്റെ വാഹനത്തിൽ കയറി ഈ മയക്കുവെടി വെക്കുന്ന സംഘം ഉൾപ്പെടെ നീങ്ങുന്നു. ഈ തോക്കുമായി ഉൾപ്പെടെയുള്ള സംഘം നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഞാൻ നിന്നിരുന്ന ഒരു വീടുണ്ടായിരുന്നു, അതിന് മുകളിലേക്ക് ഒരു വിഭാഗം സംഘം പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കായാണോ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് വെടിവെക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്തായാലും ഒരു വിഭാഗം വനംവകുപ്പ് സംഘം അങ്ങോട്ടേക്ക് നീങ്ങുന്നുണ്ട്. മയക്കുവെടി വെക്കാനുള്ള സംഘം ഉൾപ്പെടെ വാഹനത്തിലേക്ക് അവർ നീങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ അത് എങ്ങോട്ടേക്കാണ് അവർ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു.